വെൽക്കം ടു ഓൾ. ബ്രില്യൻസ് അക്കാദമിയുടെ NOS കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളെ മൊഡ്യൂൾ ഫസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് മൊഡ്യൂൾ 2ലുള്ള ചാപ്റ്ററാണ്. അതിൽ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്സാമിന് ബേസ്ഡ് ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അറ്റോമിക് സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റംസ് കേട്ടോ. അറ്റോമിക് സ്ട്രക്ചർ നമ്മൾ അറിയാം, ജോൺ ഡാൾട്ടൺ ആണ് നമുക്ക് പറഞ്ഞത് മാറ്റേഴ്സ് ആർ ബിൽഡപ്പ് ബൈ വാട്ട് സ്മോൾ പാർട്ടിക്കിൾ, ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ, ആറ്റം എന്ന് പറഞ്ഞു. പക്ഷേ ഫെർദർ എക്സ്പെരിമെൻറ്റിൽ വേറെ സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞു ആറ്റംസിനെ എന്താ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണമല്ലോ, എങ്ങനെയാണ് തുടക്കം, എന്നിട്ട് ഇന്ന് നമുക്ക് ഉള്ളതുപോലെ എങ്ങനെയാണ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് കിട്ടിയത് നമ്മൾ ഈ ഹിസ്റ്ററിയിലൂടെ കടന്നു പോയതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ്. നമ്മൾ അതിനുള്ളിൽ ഒരു സെൻറ്റർ ഉണ്ട്. സെൻറ്ററിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പ്രോട്ടോൺ, ന്യൂട്രോൺ ഉണ്ട്. ആൻഡ് അതിനെ നമ്മൾ സെൻറ്ററിനെ പറയും ന്യൂക്ലിയസ് എന്ന് പറയും. അതിൻ്റെ ചുറ്റും എന്താണ്? ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് അറൗണ്ട് ഇരിക്കുകയാണ് എന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എന്താണ്, ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ജെ തോംസൺ ആണ് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ജെ തോംസൻ്റെ ഡിസ്ചാർജ് ടു എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമുക്ക് ഇലക്ട്രോൺ എന്നിട്ട് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളിനെ ഡിസ്കവർ ചെയ്ത് തന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിൻ്റെ മാസ് കാണാം. 9.1 × 10⁻³ ആണ്. ആക്ച്വൽ ചാർജ് എന്ന് പറയുന്നത് 1. നെഗറ്റീവ് എന്ന് പറയാൻ കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. 1.602 × 10⁻19 ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇലക്ട്രോണിന് ശേഷം പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് ഈ ഗോൾസ്റ്റീൻ ആണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഓക്കെ, അതിനുശേഷമാണ് എന്ത് വന്നത്? ന്യൂട്രോൺ. ന്യൂട്രോൺ ഡിസ്കവേർഡ് ചെയ്ത് തന്നതാണ് ചാഡ്വിക് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാർജ്ലെസ് പാർട്ടിക്കിൾ ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, പക്ഷേ മാസീവായിട്ടുള്ള നമ്മുടെ ആറ്റത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാസ് ന്യൂട്രോൺ ആണ്. ആൻഡ് ഏറ്റവും കുറവ് മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഓക്കെ, നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ അറിഞ്ഞിരിക്കണം. നമുക്ക് കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ് അല്ലെങ്കിൽ മാസ് എത്രയാണെന്ന് ചിലപ്പോൾ നമുക്ക് തരണമെന്നില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷമാണ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോട്ടോപ്സ്. ഒരു ആറ്റത്തിന് നമ്മൾ സിമ്പൽ എങ്ങനെയാണ്? ആറ്റം എന്ന് പറയുമ്പോൾ നോക്കാം. നമ്മൾ സപ്പോസ് ഒരു ആറ്റത്തിനെ സെഡ് കൊണ്ട് മിസ് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ സെഡ് എന്ന് എഴുതി. അതിൻ്റെ താഴെയായിട്ട് വരുന്നതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, മാസ് നമ്പറിന് നമ്മൾ സെഡ് കൊണ്ടും മാസ് നമ്പറിനെ നമ്മൾ എന്താണ്? സെഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അറ്റോമിക് നമ്പർ അല്ലേ? സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറും എ എന്ന് പറയുന്നതാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, താഴെയായിട്ട് വരുന്നതും എ എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പറുമാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു ആറ്റം, ഫോർ എക്സാമ്പിൾ മിസ് സപ്പോസ് എക്സിൽ നമ്മൾ പറഞ്ഞു ഇതൊരു എലമെൻ്റാണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെഡ് എന്ന് പറയുന്നത് 8ഉം മാസ് നമ്പർ എന്ന് പറയുന്നത് 10ഉം ആണെന്ന് സപ്പോസ്. ഓക്കെ, ആ സമയത്ത് നമ്മളോട് പറയാണ് ഇതിൽ നിന്ന് എത്ര ഇലക്ട്രോൺ, എത്ര പ്രോട്ടോൺ, എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് നമ്മളോട് ഡിസ്കവർ ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. അറ്റോമിക് നമ്പർ എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് പ്രോട്ടോണും ഈക്വൽ ആണ്. അപ്പോൾ ദാറ്റ് ഇസ് സെഡ് ഈസ് ഈക്വൽ ടു പി ആൻഡ് ഇ. ദെൻ ഇനി ഇതിൽ നിന്ന് നമ്മളോട് മാസ് നമ്പർ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ മാസ് നമ്പറിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മൾ ന്യൂട്രോണിനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക n ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ മൈനസ് മാസ് നമ്പർ ചെയ്താൽ മതി. ഓക്കെ,
മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 2. അങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ആറ്റം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ പ്രോട്ടോണിനും ഇലക്ട്രോണിനും ഈക്വൽ ആയിരിക്കും. ദെൻ പിന്നെ ന്യൂട്രോൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി. ഓക്കെ, മാസ് നമ്പർ നമ്മൾ എ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക, അറ്റോമിക് നമ്പർ സെഡ് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ എന്താണ് ഐസോടോപ്സ് ആണ്. ഇവിടെ കണ്ടോ, മാസ് നമ്പർ എ എന്ന് പറയുന്നത് മാസ് നമ്പറും സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ. ദെൻ ഐസോടോപ്സ് ഓഫ് വോട്ട്? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ള ആറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ആണ് തന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ് അറ്റോമിക് നമ്പർ 3 ഹൈഡ്രജനും എന്താണ് സെയിം ആണ്, മാസ് നമ്പർ ആണ് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഹൈഡ്രജൻ, പ്രോട്ടിയം, ട്യൂട്ടീരിയം, ട്രീഷ്യം, അങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്സിനെ പറയുന്നത്. ഓക്കെ, ദെൻ അനദർ എക്സാമ്പിൾ ഇസ് യുറാനിയം അല്ലേ. യുറാനിയത്തിൻ്റെ എന്താണ് അറ്റോമിക് നമ്പർ മാസ് നമ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ തന്നാണ്, ഗീവ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ആണ് 870. ഇത് നിങ്ങൾ പറ എത്രയാണ് ഇലക്ട്രോൺ, എത്രയാണ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 8 അല്ലേ. ദെൻ Z ഈസ് ഈക്വൽ ടു വാട്ട്? നമുക്കറിയാം ഇവിടെ എന്താണ് എയിൽ എന്താണ് ദ അറ്റോമിക് നമ്പർ ഈസ് 8 അല്ലേ. അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. സോ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്, അതുകൊണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും 8 ആണ്. ദെൻ what is the value of neutron? How will you find out? Neutron will be mass number minus atomic number, that is 70 minus 8 is equal to 9. ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറിൽ ഉള്ള എന്ത് നമ്മൾ പറഞ്ഞു? സബ് പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ആറ്റത്തിൻ്റെ മോഡലാണ്, മോഡൽ ഓഫ് ആറ്റമാണ്, ഏർലിയർ മോഡൽ. നമ്മൾ ആറ്റത്തിന് ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു മോഡൽ പണ്ടില്ലായിരുന്നു. അത് സയൻറ്റിസ്റ്റുകൾ അവരുടെ ഫെർദർ എക്സ്പെരിമെൻറ്റിലൂടെയാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് മോഡൽ ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ ഏർലിയർ J.J. തോംസൺ ആണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പെരിമെൻറ്റിലൂടെ തന്നെ ഡിസ്ചാർജ് എക്സ്പെരിമെൻറ്റിലൂടെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ആറ്റത്തിൻ്റെ മോഡൽ നമുക്ക് പ്രപ്പോസ് ചെയ്തു തന്നു. അതിനെ നമ്മൾ വാട്ടർമെലൻ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. കാരണം നമുക്കറിയാം വാട്ടർമെലൻ അല്ലേ, വാട്ടർമെലൻ്റെ അകത്ത് റെഡ് കളറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം സീഡ്സ് അവിടെയും ഇവിടെയും ഒക്കെ കൊടുത്ത്. അതേപോലെ എന്താണ് ഒരു ആറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസും ഇലക്ട്രോൺസും അവിടെ ഇവിടെയായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് J.J. തോംസൺ പ്രപ്പോസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ മോഡലിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന ന്യൂട്രൽ ആയിരിക്കും ആറ്റം എന്നും അവർ പറഞ്ഞു, J.J. തോംസൺ പറഞ്ഞു. പക്ഷേ അത് നമുക്ക് എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടില്ല. അതിനുശേഷമാണ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വന്നത്. റുദർഫോർഡ് മോഡൽ എങ്ങനെയാണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് വഴിയാണ് അദ്ദേഹം ഒരു ഗോൾഡ് ഫോയിലിൻ്റെ അകത്ത് കൂടെ അദ്ദേഹം എന്ത് ചെയ്തു? ഗാമ റേസിന് നമ്മൾ എന്ത് ചെയ്തു? ആൽഫ റേസ് സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം നടത്തിയത്. ആൽഫ റേസ് സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം ഗോൾഡ് ഫോയിലിനുള്ളിലൂടെ എന്ത് ചെയ്തു? ആൽഫ പാർട്ടിക്കിൾസിനെ അദ്ദേഹം കടത്തിവിട്ടു. ആ സമയത്ത് എന്താണ് അദ്ദേഹത്തിന് കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ടായി. ഓക്കെ, അപ്പം അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് മോസ്റ്റ് ഓഫ് ദ റേസ് ആർ ട്രാവൽ വിത്തൗട്ട് ഡിഫ്ലക്ഷൻ. കാരണം എന്താണ് ആറ്റത്തിനുള്ളിൽ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ആർ എംപ്റ്റി. സം റേസ് ആർ റിഫ്ലക്റ്റഡ് ബിക്കോസ് വാട്ട്? ഇലക്ട്രോൺ, ദർ ഇസ് എൻ ഇലക്ട്രോൺ. ദെൻ ദർ ഇസ് എ സെൻറ്റർ, മാസി സെൻറ്റർ ഉണ്ട്, അവിടെയാണ് പോസിറ്റീവ് ചാർജും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ആറ്റത്തിന് ഒരു സെൻറ്റർ ഉണ്ട്, അത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നു എന്നൊക്കെ റുദർഫോർഡ് പറഞ്ഞത്. പക്ഷേ റുദർഫോർഡിൻ്റെ ഈ മോഡലും എന്ത് ചെയ്യില്ല? അക്സെപ്റ്റബിൾ ആയിട്ടില്ല. അതിനുശേഷമാണ് എന്ത്? ബോർ മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ
ഓർബിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ പറ്റി പറഞ്ഞിട്ടില്ല. അതേപോലെ എന്താണ് സ്ട്രക്ചർ ഓഫ് എൻ ഇലക്ട്രോണിൻ്റെ സ്ട്രക്ചറും, ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ എന്തിലാണ് എങ്ങനെയാണ് ഓർബിറ്റ് ചെയ്യുന്നതെന്നൊന്നും റുദർഫോർഡിന് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് പാർട്ടിക്കിൾ അണ്ടർ ആക്സിലറേഷൻ ദേ പോസസ് വേവ് ക്യാരക്ടേഴ്സ്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. മാക്സ്വെൽ ആണ് നമുക്ക് പ്രൊപ്പോസ് ചെയ്ത് തന്നത്. നമ്മുടെ വിസിബിൾ ലൈറ്റ്, റേഡിയൻ ഹീറ്റ്, റേഡിയോ വേവ്സ്, എക്സ്റേസ്, ഗാമ റേ, they all are examples of electromagnetic radiations. Then all the electromagnetic radiation have the same speed, that is 3 into 10 raised to 8 meter per second. അവരുടെ വെലോസിറ്റി എന്തായിരിക്കും? എല്ലാ റേഡിയേഷൻ്റെയും വെലോസിറ്റി ഓൾവേസ് 3 into 10 raised to 8 meter per second ആണ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ വേവ്സ് പോലെയാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് പ്രൊപ്പഗേഷൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല, അത് വാക്കത്തിലൂടെ വരെ എന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവും. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ കണ്ടോ, ഇതാണ് ഒരു വേവ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഹൈറ്റിനെ ക്രസ്റ്റ് എന്നും ഡെപ്തിനെ ട്രഫ് എന്നുമാണ് നമ്മൾ പറയാം. ഓക്കെ, അതിൽ വരുന്ന ടേംസ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ദിസ് റിഫേഴ്സ് ടു ദ മാക്സിമം ഹൈറ്റ് ടു വിച്ച് ദ വേവ് ഓസിലേറ്റ് ഇറ്റ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് ദ ക്രസ്റ്റ് ഓർ ഡെപ്ത് ഓഫ് ദ ട്രഫ്. അപ്പോൾ ഈ ഈക്വൽ ഡെപ്തും ക്രസ്റ്റും ഉണ്ടാവുന്ന അതിന് ഈക്വൽ ആണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേവ് ലെങ്ത് ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് ഈസ് ദ ലീനിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് വേവ് ക്രസ്റ്റ് ഓർ ട്രഫ്. 2 അഡ്ജസൻറ്റ് ക്രസ്റ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ 2 അഡ്ജസൻറ്റ് ട്രഫുകൾ തമ്മിലോ ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലാംഡയാണ്. ഇതൊരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ, മീറ്റർ ആണ്. ദെൻ ഫ്രീക്വൻസി ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് വേവ് ഓഫ് ക്രസ്റ്റ് ഓർ വേവ് ട്രഫ് ദാറ്റ് പാസ് ത്രൂ എ ഗിവൺ പോയിന്റ് പെർ സെക്കൻഡ്. ഒരു എത്ര ടൈമിനുള്ളിൽ എത്ര വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മ്യൂ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഫ്രീക്വൻസി ടൈമിൽ പറയുന്നതുകൊണ്ട് നമ്മൾ സെക്കൻഡോ ഹെർട്സോ ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ വേവ് നമ്പർ മ്യൂ ബാർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത്ര ലെങ്ത് നമ്മളിപ്പോൾ ഒരു 1 സെൻറ്റിമീറ്റർ എടുത്തു, അതിൽ എത്ര വേവ്സ് പ്രൊഡ്യൂസ് ആയി അതിനെയാണ് നമ്മൾ വേവ് നമ്പർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. So unit is meter inverse, centimeter inverse. We have an equation here. C is equal to mu lambda. So C പറയുന്നത് speed of the light and mu is the frequency, lambda is the wavelength. Okay. Then electromagnetic spectrum is the arrangement of electromagnetic radiation in the increasing order of wavelength or decreasing order of frequency. Okay. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അതിൻ്റെ വേവ് ലെങ്ത് കൂടി വരുന്ന ക്രമത്തിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന രീതിയിലോ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ഈ മൂവിങ് പാർട്ടിക്കിൾസിന് വേവ് നേച്ചർ മാത്രമല്ല, അവർക്ക് എന്തുണ്ടാവും? പാർട്ടിക്കിൾ നേച്ചറും കൂടി ഉണ്ടാവും. അതാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്താണ്? ഒരു മെറ്റൽ ആറ്റത്തിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു ലൈറ്റ് വന്ന് തട്ടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ആ ഇൻസ്റ്റൻറ്റേനിയസ് ടൈമിൽ തന്നെ അവരെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കവിടെ എന്താണ്? ക്വാണ്ടം ഓഫ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, E is equal to h mu. ഓക്കെ, h is the Planck constant, then mu is the frequency, E is the energy. We can also write mu is C by lambda. Okay. There is a question. A microwave radiation has a frequency of 12 gigahertz. Calculate the energy of the photon corresponding to this radiation. അപ്പോൾ പ്ലാങ്ക് കോൺസ്റ്റൻ്റ് വാല്യൂ 6.626 into 10 raised to minus 34 ജൂളാണ്. നിങ്ങൾ അതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരണം എന്നില്ല. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ വേണം. അതേപോലെ 1 GHz എന്ന് പറയുന്നത് 10 raised to 9 ഹെഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്? What is calculate the energy, then E is equal to what? H mu അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്?
ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് h. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു വാട്ട് മ്യൂ എന്ന് പറയുന്നത് 1.2. അത് തന്നിരിക്കുന്നത് ഗിഗാ ഹെഡ്സിലാണ്. അതിന് നമ്മൾ ഹെഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. 10 ഇൻറ്റു 10⁻10 കൊടുത്തു. ഓക്കെ, ദെൻ the green light has a wavelength of 535 nanometer. Calculate the energy of photon of green light. നമുക്ക് ഇവിടെ പ്ലാങ്ക് കോൺസ്റ്റന്റ് അറിയാം, പക്ഷെ എന്താ അറിയില്ല, മ്യൂ ഫ്രീക്വൻസി തന്നിട്ടില്ല. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഇക്വേഷൻ അറിയാം? c/λ എന്ന് മ്യൂവിന് പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യുക, അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അത് നമുക്ക് അറിയാം എത്രയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ദെൻ ലാംഡ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, നാനോമീറ്ററിലാണ് തന്നത്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് 10⁻⁻9 ചെയ്തു. അങ്ങനെ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. കണ്ടോ, നിങ്ങൾക്ക് വേവ് ലെങ്ത് ഇൻക്രീസിങ് ഓർഡറും ഫ്രീക്വൻസി ഡിക്രീസിങ് ഓർഡറിലും ഇങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സ്റേ, UV, വിസിബിൾ ലൈറ്റ് ആണ് നമുക്ക് വിബ്ജിയോർ ആയിട്ട് കാണുന്നത്. IR, മൈക്രോവേവ്സ്, അങ്ങനെ റേഡിയോ വേവ്സ്, ഇങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഓക്കെ, ദെൻ വാട്ട് ഇസ് ലൈൻ സ്പെക്ട്രം? കണ്ടിന്യൂസ് സ്പെക്ട്രം മീൻസ് നമ്മൾ എന്താണ്, ഒരു ലൈറ്റിനെ പ്രിസത്തിലൂടെ കടത്തിവിട്ട് ഒരു സ്ക്രീനിലേക്ക് നമ്മൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, വിബ്ജിയോർ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ലൈൻ സ്പെക്ട്രമാണ് നമ്മൾ. ഒരു ഹൈഡ്രജൻ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ റേഡിയേഷൻ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് നമ്മൾ ആറ്റം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഉള്ളിലൂടെയാണ് റേഡിയേഷൻ കടത്തിവിടുന്നത്. അതൊരു പ്രിസത്തിലൂടെ കടത്തിവിട്ടതിന് ശേഷം നമ്മളൊരു സ്ക്രീനിലേക്ക് നമുക്ക് എന്താണ്, കുറച്ച് ലൈൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് ജോൺ ബാൽമർ ആണ് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്, ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അദ്ദേഹം അതിനൊരു ഇക്വേഷൻസും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. മ്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ, ദാറ്റ് ഈസ് ഈക്വൽ ടു RH. RH ഇസ് ദ റെഡ്ബർഗ് കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ RH പറയാം. 1/n1² മൈനസ് 1/n2² സെൻറ്റിമീറ്റർ. വേർ RH വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. 109677 ആണ്. ഓക്കെ, വേർ n1 ആൻഡ് n2 ആർ ദ പോസിറ്റീവ് ഇൻ്റഗ്രൽ ആണ്. നമുക്കറിയാം റീജിയൻ, ഏത് റീജിയനിലാണ് അവർ എന്ത് ചെയ്യാണ്, പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ലാമൻ സീരീസ് n1 1 ആയിരിക്കും, n2 2 3 4 ആണ്. റീജിയൻ ഓഫ് സ്പെക്ട്രം അൾട്രാ വയലറ്റ്. ദെൻ ബാൽമർ സീരീസ് എന്താണ്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ വരുന്ന 5 സീരീസ് ആണിത്. ലാമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ സീരീസ്. ഓക്കെ, അതിൻ്റെ n1 ഉം n2 നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളോട് മ്യൂ ബാറും വേവ് ലെങ്ത്തും ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ ബാൽമർ ലൈൻ കറസ്പോണ്ടിങ് ടു n2 ഈസ് ഈക്വൽ ടു 3 അല്ലേ. അക്കോർഡിംഗ് ടു ബാൽമർ സീരീസ് മ്യൂ ബാർ ഈസ് ഈക്വൽ ടു RH 1/2². ബാൽമർ സീരീസ് ആയതുകൊണ്ട് നമുക്കറിയാം n1 എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 2² മൈനസ് 1/n2². n2² എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ നമുക്ക് തന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മ്യൂ ബാർ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ മ്യൂ ബാർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 1/λ. അപ്പോൾ നമുക്ക് മ്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ ആണ്. അപ്പോൾ ലാംഡ എന്ന് പറയുമ്പോൾ ഇത് നേരെ തിരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വേവ് ലെങ്ത് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിനും എന്തുണ്ടായി, ഡ്രോബാക്സ് ഉണ്ടായി. അതിനുശേഷമാണ് ബോർ മോഡൽ ഓഫ് ആറ്റം വന്നത്. ബോർസ് മോഡൽ ഓഫ് ആറ്റം നീൽസ് ബോർ പ്രൊപ്പോസ് ചെയ്ത മോഡൽ ഓഫ് ആറ്റം ആണ്. അതിൽ കുറച്ചും കൂടെ നമ്മൾ റുദർഫോർഡ് പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ആറ്റം മോഡൽ പറഞ്ഞു തന്ന ആളാണ് നീൽസ് ബോർ. അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക ഷെല്ലുകളുണ്ട്. നമ്മൾ ഫസ്റ്റ് ഷെല്ലിനെ K ഷെല്ലെന്നും സെക്കൻഡ് ഷെല്ലിനെ L, തേർഡ് ഷെൽ M, N, അങ്ങനെയാണ് നമ്മൾ ഷെല്ലുകൾക്ക്. അതിന് ഓരോന്നിനും n = 1, n = 2, n = 3 അങ്ങനെയാണ് നമ്മൾ പറയുന്നത്.
ഓരോ ഷെല്ലുകൾക്കും എനർജിയും ഉണ്ട്. E1, E2, E3 റെസ്പെക്റ്റീവ്ലി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതാണ് ബോർ മോഡലിൻ്റെ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞത്. സെക്കൻഡ് വൺ, ദി ഇലക്ട്രോൺ ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ഓർബിറ്റ് ബൈ അബ്സോർബിങ് ഓർ റിലീസിങ് എനർജി. എന്താണ്, നമുക്ക് ഒരു ഷെല്ലിൽ നിന്ന് മറ്റൊരു ഷെല്ലിലേക്ക് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാം, ജമ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എനർജി അവിടെ യൂസ് ചെയ്യുന്നു. എനർജി ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ, ദാറ്റ് ഈസ് ഇ ഫൈനൽ മൈനസ് ഇ ഐ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ എനർജി ഓഫ് ദ ഓർബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കണ്ടോ, ഇങ്ങനെയാണ് E1, E2, E3 റെസ്പെക്റ്റീവ്ലി ഓരോ ഷെല്ലുകൾക്കും എന്താണ് റെസ്പെക്റ്റീവ്ലി അവർക്ക് വേണ്ട എനർജീസ് ഉണ്ടാവും. തേർഡ് പോസ്റ്റ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം. ഇത് എന്താണ്, അവർ ഓർബിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് മൊമെന്റം, ആംഗുലാർ മൊമെന്റം ആണ് ഇരുന്നത്. ആംഗുലാർ മൊമെന്റം mv/r ഈസ് ഈക്വൽ ടു nh/2π. n is the positive integral. It is known as the principal quantum number. Then Bohr obtained what this is called energy of the orbit കാണാനുള്ള ഇക്വേഷൻ ആണ് En is equal to minus RH 1/n square. RH എന്ന് പറഞ്ഞാൽ റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. Then RH is equal to mz square e raised to 4 8h square e z0 square. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. m mass of the electron, z nuclear charge, e electronic charge, h Planck constant, E0 is equal to permittivity of the medium. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാമൻ സീരീസ്, ബാൽമർ സീരീസ്, ബ്രാക്കറ്റ്, പാഷൻ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. നമുക്ക് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫിസിസ്റ്റ് ലൂയിസ് ആൻഡ് ഡി ബ്രോഗ്ലി പ്രൊപ്പോസ് ചെയ്ത് തന്നതാണ്. ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ദ മാറ്റർ ക്യാൻ എക്സിബിറ്റ് ബോത്ത് ദ പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. അതാണ് ഡ്യുവാലിറ്റി ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. മാറ്റർ എന്താണ്, പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും എക്സിബിറ്റ് ചെയ്യും. അത് പറഞ്ഞ നമുക്ക് ആരാണ്, ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറഞ്ഞുള്ള സയൻറ്റിസ്റ്റ് ആണ് നമുക്ക് പറഞ്ഞു വന്നത്. ഈ ഇക്വേഷൻ ആണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നാണ് നമ്മൾ പറയുക. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. എം വി ഈസ് ഓൾസോ മൊമെൻറ്റം, ദാറ്റ് ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി, വേർ എം ഈസ് ദ മാസ് ആൻഡ് വി ഈസ് ദ വെലോസിറ്റി. ഇപ്പോൾ ഇവിടെ നോക്ക്, കാൽക്കുലേഷന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ ക്രിക്കറ്റ് ബോൾ weighing 380 gram thrown at a speed of 140 km/h. അപ്പോൾ നമ്മൾ എന്താണ് വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ. അതേപോലെ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. ക്രിക്കറ്റ് ബോളിൻ്റെ മാസ് എത്രയാണ്, 380 gram ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യൂ. എന്നിട്ട് സ്പീഡ് എത്രയാണ്, 140 km ആണ്. അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്കും കൺവേർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് നോക്കുക. ഇറ്റ് ഈസ് according to this principle, it is impossible to simultaneously measure both the position and momentum of an electron accurately. ഒരു ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് ഇലക്ട്രോൺസ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് എ മൊമെൻറ്റ് എന്താ, നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് അതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും സെയിം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എക്സ് ഡെൽറ്റ പി മീൻസ് എന്താണ്, ചേഞ്ചിങ് പൊസിഷൻ ആൻഡ് ചേഞ്ചിങ് മൊമെൻറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു h by 4π. ഓക്കെ, where delta x and delta p are the uncertainty in the measurement of position and momentum, then h is the Planck constant. Okay, next one, wave mechanical model of atom. ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആറ്റം മോഡൽ എന്ന് പറയുന്നത് വേവ് മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആണ്. വേവ് മോഡൽ എന്താണ്, നമുക്ക് മാക്രോ അല്ല മൈക്രോയും മാക്രോ മോളിക്യൂൾസിൻ്റെ വരെ എന്താണ് നമുക്കതിൻ്റെ സ്ട്രക്ചറും ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പറയാൻ വേണ്ടി പറ്റും. സ്ക്രൂഡിഞ്ചർ വേവ് ഇക്വേഷനാണ് നമുക്കതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്
ഒരു ഓർബിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത്. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പറും കൂടി വരും. ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ, നിങ്ങൾ അതും കൂടി നോക്കി വെക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ n കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതൊരു ഷെല്ലിൻ്റെ എന്താണ് കെ ഷെല്ലാണോ എൽ ഷെല്ലാണോ എം ഷെല്ലാണോ. നമ്മൾ n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഏത് ഷെല്ലാണ് കെ ഷെൽ, n ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എൽ കെ, ദെൻ 3 ആവുമ്പോൾ എം എൻ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു എന്താണ് ഒരു ഓർബിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റിൻ്റെ ഒരു ആറ്റത്തിൻ്റെ എന്താണ് പറഞ്ഞു തരുന്നത്, സൈസ് ഓഫ് ദി ആറ്റം പറഞ്ഞു തരുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ n ഈസ് കണ്ടോ നമ്പർ ഓഫ് ഇലക്ട്രോൺ 2, n ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ നിങ്ങൾക്കറിയാം കെ ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺസ് 2 പറ്റുള്ളൂ, എൽ ഷെല്ലിൽ 8, ദെൻ എൻ ഷെല്ലിലാണ് 18. അങ്ങനെ പറയാൻ കാരണം അറിയാലോ, അതുകൊണ്ടാണ് മാക്സിമം ഇലക്ട്രോൺസ് പോകുന്നത്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ L കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജോമെട്രി ഷേപ്പാണ്, നമുക്കൊരു ആറ്റത്തിൻ്റെ ജോമെട്രി അല്ലെങ്കിൽ ഓർബിറ്റിൻ്റെ ജോമെട്രി ഷേപ്പാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. L ഈസ് ഈക്വൽ ടു n-1 ആണ്. L 0 ആണെങ്കിൽ അത് S സബ്ഷെല്ലായിരിക്കും, കണ്ടെയ്നിങ് ദ ഓർബിറ്റ് വിത്ത് സ്ഫെരിക്കൽ ഷേപ്പ്. എസ് ഷേപ്പ് എന്താണ്, എസിൻ്റെ ഷേപ്പ് സ്ഫെരിക്കൽ ഷേപ്പാണ്. ദെൻ L ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്തായിരിക്കും പി ഓർബിറ്റൽ ആയിരിക്കും. L ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ അതെന്തായിരിക്കും ഡി ഓർബിറ്റൽ. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. n 1 ആകുമ്പോൾ 1 - 1 0, അപ്പോൾ എസ് ആണ്. 0 എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റാണ്, എസ് സബ്ഷെല്ലാണ്. ദെൻ 2, n നമ്മൾ 2 കൊടുത്താൽ 2 - 1 എന്താണ് 1 ആണ്, അപ്പോൾ എന്താണ് പി ഓർബിറ്റൽ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷൻ ഓഫ് എൻ ആറ്റം ആണ്. ഒരു ആറ്റത്തിൻ്റെ ഓറിയൻറ്റേഷൻ പറഞ്ഞു തരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, തേർഡ് n ഈസ് ഈക്വൽ ടു 3, ദിസ് ഇലക്ട്രോൺ ബീങ് ദ എസ് സബ്ഷെൽ ഉണ്ടാവാം, പി സബ്ഷെല്ല് ഡിയും ഉണ്ടാവാം. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് സ്പിന്നാണ്, അത് ഏത് റൊട്ടേഷനിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നാണ്. നമുക്ക് ക്ലോക്ക് വൈസ് ആവാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം, അതാണ് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്നത്. ഇവിടെ കാണാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആവുമ്പം അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 1 2 അങ്ങനെ ആവാം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0 ആകുമ്പോൾ 0 1 -1 0 +1. ഓക്കെ, ഇങ്ങനെയാണ് ഈ ടേബിളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ദെൻ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ, നമ്മൾ ഷേപ്പാണ് ഇപ്പം പറഞ്ഞത്. എസ് സബ്ഷെല്ലാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എപ്പോഴും സ്ഫെരിക്കലാണ്, സ്ഫെരിക്കൽ ഷേപ്പാണ്. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് നോഡ്സ്. കണ്ടോ, 2 ഷെല്ലുകൾ തമ്മിലുള്ള ഈ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. നോഡ് എന്ന് പറഞ്ഞാൽ വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇസ് 0. നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് ഇലക്ട്രോൺസിനെ കാണാൻ പറ്റില്ല, അപ്പോൾ ഇങ്ങനെയുള്ള സ്പേസിനെയാണ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇസ് 0 ആണെങ്കിലാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പി ഓർബിറ്റിലാവുമ്പോൾ പിക്ക് 3 ഓർബിറ്റ് ഉണ്ട്. അപ്പോൾ പി എക്സ്, പി വൈ, പി സെറ്റ് അങ്ങനെയാണ് വരുന്നത്. പി എക്സ്, പി വൈ, പി സെറ്റ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡി ആണെങ്കിൽ 5 ഓർബിറ്റ് ഷെല്ലുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം 5 എണ്ണത്തിൽ 2 ഇലക്ട്രോൺസ് എടുത്ത് മാക്സിമം 10 ഇലക്ട്രോൺസ് ആണ് ഡി ഷെല്ലിൽ പോകാൻ പറ്റുന്നത്. അതിൻ്റെ സ്ട്രക്ചറാണ് ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നില്ല, അതിന് നമ്മൾ എന്താണ് ചില റൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് ആണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. നമ്മൾ ഓരോ ഓർബിറ്റിലും അല്ലെങ്കിൽ ഓരോ ഷെല്ലുകളിലും ഇലക്ട്രോണിനെ എന്താണ് ആഡ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ 1s 2s 2p അങ്ങനെ ഒരു ഓർഡർ ഫോളോ ചെയ്യാൻ കാരണം എനർജി ഡിഫറൻസ് അനുസരിച്ച് എനർജി കൂടി വരുന്ന അതനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നത് അതിൽ ഒക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കണ്ടോ 1s 2s 2p ഇതാണ് ഈ ഓർഡർ കേട്ടോ. നമ്മൾ ഇലക്ട്രോൺ നിങ്ങൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ കണ്ടോ ഇവിടെ 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. കാരണം എന്താണ് 3dക്ക് 4sനേക്കാളും ഇലക്ട്രോൺ കൂടുതലാണ്, എനർജി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എന്താ ഇൻക്രീസിങ് ഓർഡർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം, എങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ.
നോ ടു ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ് ടു ബി സെയിം. എന്താണ്, ഒരു ഓർബിറ്റിലുള്ള 2 ഇലക്ട്രോൺസിനും എന്ത് ചെയ്യില്ല, ഈ 4 ക്വാണ്ടം നമ്പേഴ്സും എന്തായിട്ട് വരുന്നില്ല, സെയിം ആയിട്ട് വരില്ല എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ അതിൻ്റെ റൊട്ടേഷനിലെങ്കിലും മാറ്റം വരാമെന്നാണ് പറയുന്നത്. പിന്നെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ 1s 2s 2p എഴുതുമ്പോൾ 1sൽ മാക്സിമം 2 ഇലക്ട്രോൺ, 2sൽ 2, 2p ആകുമ്പോൾ 3 ഓർബിറ്റ് അവിടെ വരുന്നുണ്ട് അല്ലേ, 3 ഷെല്ലുകൾ. അതിലെന്ത് ചെയ്യാണ്, ഫസ്റ്റ് 1ൽ 1 കൊടുത്തു, സെക്കൻഡിൽ എക്സിൽ pxൽ 1 കൊടുത്തു, pyൽ 1 കൊടുത്തു, pzൽ. അങ്ങനെ നമ്മൾ ഓരോന്നിലും ഓരോന്ന് കൊടുത്തതിന് ശേഷമേ പെയറിംഗ് നടത്തുകയുള്ളൂ. അതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറയുന്നത്. നമ്മൾ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓർബിറ്റൽ നൊട്ടേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും, പിന്നെ അല്ലാതെയാണ് ഓർബിറ്റൽ ഡയഗ്രാം മെത്തേഡ്. ഓർബിറ്റൽ നൊട്ടേഷൻ മെത്തേഡാണ് 1s 2s 2p അങ്ങനെയുള്ള. ഓർബിറ്റൽ ഡയഗ്രാം മെത്തേഡാണ് നമ്മളിങ്ങനെ ഡയഗ്രാം വരച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷനാണ് സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന്. നമ്മൾ സ്റ്റെബിലിറ്റി ആണ് പറയുന്നത്. നമ്മളൊരു ഇലക്ട്രോണിൻ്റെ നമ്മളൊരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം സ്റ്റെബിലിറ്റി എപ്പോഴായിരിക്കും, ഹാഫ് ഫിൽഡോ അല്ലെ കംപ്ലീറ്റ്ലി ഫിൽഡോ ആകുമ്പോഴാണ് മാക്സിമം സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം ക്രോമിയം അല്ലേ. ക്രോമിയത്തിൽ നോക്കൂ, ക്രോമിയത്തിൽ ശരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3d4 4s2 ആണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നോക്ക്, ഡി ഓർബിറ്റലിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് ആണ് പോവുക. അപ്പോൾ 5 ഇലക്ട്രോൺസ് ആയാലും എന്താണ്, അത് ഹാഫ് ഫിൽഡ് ആണ് അല്ലേ. ഹാഫ് ഫിൽഡ് എന്താണ്, മോർ സ്റ്റേബിൾ ആണ്. ഹാഫ് ഫിൽഡോ ഫുള്ളി ഫിൽഡോ ആണ് സ്റ്റേബിൾ. അപ്പോൾ എന്ത് ചെയ്യും, അത് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എസ്സിൽ 1ഉം ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ എവിടേക്ക് വരും, 3Dയിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3d5 4s1. ഇതാണ് ക്രോമിയത്തിൻ്റെ നമ്മൾ എന്താണ് അക്സെപ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് ഒരു എക്സെപ്ഷണൽ കേസ് ആണ് ക്രോമിയത്തിൻ്റെത്. 3d4 4s2 പകരം അത് 3d5 4s1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഫോർ സ്റ്റെബിലിറ്റി അല്ലേ, ഹാഫ് ഫിൽഡ് ഓർബിറ്റലിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അതേപോലെ തന്നെയാണ് നമ്മൾ കോപ്പറിൻ്റെത് എടുക്കുന്ന സമയത്ത് നോക്കാം. ഇവിടെ നോക്ക്, ഇവിടെ ഇതിൽ കാണുന്നില്ല, മിസ് പറഞ്ഞുതരാം. കോപ്പർ ആകുമ്പോൾ നമുക്ക് ശരിക്കും വരുന്നത് എന്താണെന്ന് വെച്ചാൽ 3D, ഇവിടെ 3d9ഉം 4s2 ആണ് വരിക. അപ്പോൾ D എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺസ് ആയാലാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുക. അപ്പോൾ അതിന് വേണ്ടിയും 4s നിന്ന് ഒരു ഇലക്ട്രോണിനെ 3Dയിലേക്ക് എടുക്കും. അങ്ങനെ 3d10 4s2 4s1 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവും. അതെന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോർഷൻ ഈ ചാപ്റ്ററിലെ. ഓക്കെ, താങ്ക് യു.